ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ട്രംപല്ല, അതിൻ്റെ മുമ്പത്തെ ട്രംപ് ഇന്ത്യയിൽ വന്നു. ഓർക്കുന്നില്ലേ? പത്രക്കാർക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. എന്നിട്ടെന്താ ഇതേ വന്നത് 2020 2020 ഫെബ്രുവരിയിൽ. എന്നിട്ട് സെൻട്രൽ വന്ന് കേന്ദ്രത്തിൽ വന്ന് കേന്ദ്രം കണ്ടാൽ മാത്രം പോരാ, മൂടിയുണ്ടല്ലോ. എവിടെ കാണണം? ഗുജറാത്ത് കാണാൻ പോയി, അഹമ്മദാബാദ്. എന്താ ചെയ്തത്? പറ, ആരെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറ. ചെയ്തത് ചേരി മുഴുവൻ വലിയ മതിൽ കെട്ടി മറച്ചു. എത്രയാണെന്നറിയാം? സീറ്റ് മാത്രമൊന്നുമല്ല, മതിൽ കെട്ടിയ ഫോട്ടോ ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ചു. നിങ്ങൾ നോക്കണം. 100 കോടി ഉറുപ്പിയാണ് അതിന് ചെലവഴിച്ചത്, ഇത് മറയുണ്ടാക്കാൻ. അതിദാരിദ്ര്യം കാണാതിരിക്കാൻ വേണ്ടി BJP ഗവൺമെൻറ്റും BJPയും എടുത്ത നിലപാട് പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മതിലും കെട്ടിയില്ല കേരളത്തിൽ. ഒരു തരത്തിലുള്ള മതിലുമില്ല, ഒരു തരത്തിലുള്ള മറയുമില്ല. ഈ കേരളം മുഴുവൻ സന്ദർശിക്കാം. എന്നിട്ട് VD സതീശൻ കണ്ടുപിടിക്കട്ടെ അതിദാരിദ്ര്യമുള്ള ഇന്നയാളുണ്ട്, അപ്പം ഞങ്ങൾ ഏറ്റെടുക്കും. കണ്ടുപിടിക്കട്ടെ. ട്രംപിൻ്റെ സന്ദർശനത്തിന് വേണ്ടിയിട്ട് 100 കോടി ഉറുപ്പിക ചെലവാക്കിയിട്ട് മറകെട്ടി ഉണ്ടാക്കിയ, എന്നിട്ട് ചേരി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ആ കൊള്ളരുതായ്മയുണ്ടല്ലോ, ആ കൊള്ളരുതായ്മയുടെ സ്ഥിതിയല്ല കേരളത്തിൽ. നിങ്ങൾക്ക് ഈ കേരളത്തിൽ ഏത് സ്ട്രീറ്റിലും പോകാം, ഏത് പ്രദേശത്തും പോകാം, ഏത് നാട്ടിലും പോകാം. VD സതീശൻ ഉൾപ്പെടെ പോയിട്ട് കണ്ടുപിടിക്കട്ടെ അതിദാരിദ്ര്യ. അയ്യോ, ഈ കേരളത്തിലെ അതിദാരിദ്ര്യം നിങ്ങൾ പറഞ്ഞ ദാരിദ്ര്യത അതിദാരിദ്ര്യം എന്ന് പറയട്ടെ, അല്ലെങ്കിൽ മനോരമക്കാരനും മാതൃഭൂമിക്കാരനും പറയട്ടെ. ഞാൻ വെല്ലുവിളിക്കല്ല ചെയ്യുന്നത്, അവരെ ഞങ്ങൾ ഉൾപ്പെടുത്തും. അവരെന്ത് ചെയ്യും? അവരെ അതിദാരിദ്ര്യത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തി നമുക്ക് അവരെയും ശരിയായ രീതിയിൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റാം. ആരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഏത് പത്രത്തെയും ഏത് TV, നിങ്ങളല്ലെങ്കിൽ ഈ പറയുന്ന മൈക്കും കൊണ്ട് പോയിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, അവിടെ ഇവിടെ എന്നെല്ലാം ചോദിക്കുന്നില്ല. അത് ചോദിക്കുക. എന്നിട്ട് ആരെങ്കിലും കണ്ടെത്തിക്കോ. ആ കണ്ടെത്തിയവരെ മുഴുവൻ അർഹതയുള്ളവരാണെങ്കിൽ അവരെല്ലാം ഉൾപ്പെടുത്തും, ഇനിയും ഉൾപ്പെടുത്തും. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ 4 ലക്ഷത്തിലധികം വരുന്ന കുടുംബശ്രീ അംഗങ്ങൾ ഒരു 7 മാസക്കാലത്തെ നിരന്തരമായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത്. അതിദരിദ്രം എന്ന് പറയുമ്പോൾ ദരിദ്രരെ ഉൾപ്പെടുത്തണ്ട, ദരിദ്രർ പറയുന്നുണ്ട്. ആ ദരിദ്രരെ കണ്ടെത്താനല്ല നമ്മൾ പറഞ്ഞത്, അതിദരിദ്രരെ കണ്ടെത്താനാണ്.